ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. നമ്മുടെ ഡെയിലി ഹൗസ് വർക്ക് എല്ലാം നല്ല ഈസി ആയിട്ടും നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ടും ഒക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീട് കംപ്ലീറ്റ്ലി നല്ല ഭംഗിയായിട്ടും കൺവീനിയൻ്റ് ആയിട്ടും ഓർഗനൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ചലഞ്ച് ആവാറുണ്ട്. ചില സാധനങ്ങളൊക്കെ പ്രോപ്പറായി ഓർഗനൈസ് ചെയ്ത് വെക്കാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യാറുണ്ട് അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഡെയിലി ഹൗസ് വർക്ക് എല്ലാം ഈസി ആയിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ഓർഗനൈസേഷൻ ഹാക്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ക്ലോത്തുകൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഹാക്സ് നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഇപ്പം നമ്മുടെയൊക്കെ കയ്യിൽ ഇതുപോലത്തെ ലോങ് ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മുടെ കുർത്തകളായാലും ഒക്കെ ഇതുപോലത്തെ വലിയ ഡ്രസ്സുകൾ അയൺ ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പറായിട്ട് ഹാങ് ചെയ്ത് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ഹാങ്ങറിൽ ഹാങ് ചെയ്തിടാൻ അത്ര ലെങ്ത്ത് കൂടുതലായ കാരണം ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹാക്കാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ നോർമൽ നമ്മുടെ ഹാങ്ങറിൽ ഇതുപോലെ ഹാങ് ചെയ്തിട്ട് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് വേറെ ഒരു ഹാങ്ങർ കൂടി എടുക്കുക. ആ ഒരു ഹാങ്ങറൂടെ എടുത്തിട്ട് ആ ഹാങ്ങറിൽ നമ്മൾ അതിൻ്റെ താഴത്തെ പാർട്ട് ഉണ്ടല്ലോ, ആ താഴത്തെ പാർട്ട് ഇതുപോലെ നമ്മൾ ഹാങ്ങറിൽ ഇട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയൺ ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കബോർഡിൽ ആ ചെറിയ സ്പേസിൽ തന്നെ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റും. എല്ലാ ഡ്രസ്സുകളൊന്നും നമ്മൾ ഹാങ് ചെയ്ത് ഇട്ടില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് നമ്മൾ അയൺ ചെയ്ത് വെക്കുന്ന വലിയ ഡ്രസ്സുകളെങ്കിലും നമുക്ക് ഇതുപോലെ ഭംഗിയായിട്ട് ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹാക്സ് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റമാണ് ഇതുപോലത്തെ ജീൻസിൻ്റെ പാൻസ് അല്ലേ. ഈ ജീൻസിൻ്റെ പാൻസ് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീൻസുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ഫോൾഡ് ചെയ്ത് നമ്മുടെ കബോർഡിനകത്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ നല്ല നീറ്റായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാ ജീൻസുകളും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് കബോർഡിനകത്ത് ഇതുപോലെ സ്റ്റാക്ക് ചെയ്ത് വെക്കാം. ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുമ്പോൾ അത് എത്ര വേണമെങ്കിലും വെക്കാം, നല്ല നീറ്റായിട്ട് ഇരിക്കും. ഇനി അതല്ല, ഇത് കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ബാസ്ക്കറ്റിൽ നമുക്ക് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് യൂസ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിൽ നമുക്ക് ജീൻസുകളൊക്കെ നല്ല ഭംഗിയായിട്ട് കബോർഡിനകത്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്ലീവ്ലെസ് ഡ്രസ്സുകളൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഹാങ്ങറുകൾ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അഥവാ ഇതുപോലത്തെ ഹാങ്ങർ നമ്മുടെ കയ്യിലില്ല, സാധാരണ ഹാങ്ങറാണ് നമ്മുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിലും നമുക്ക് അത് എങ്ങനെ സ്ലീവ്ലെസ് ഡ്രസ്സ് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ തന്നെ ഞാനതിൻ്റെ രണ്ട് എൻഡിലുമായിട്ട് നമ്മുടെ ഹെയർ ബൺ ഉണ്ടല്ലോ, ഹെയർ ബൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിൽ. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ സ്ലീവ്ലെസ് ഡ്രസ്സുകൾ ഈസി ആയിട്ട് നമ്മുടെ സാധാരണ ഹാങ്ങറിൽ ഹാങ് ചെയ്തിടാം. അടുത്തതായിട്ട് നമ്മുടെ ഷൂ റാക്കിൽ നമ്മുടെ കുട്ടികളുടെ ഷൂ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് കുറേ ഷൂസ് ഉണ്ടാവുകയും ചെയ്യും, ഒരുപാട് സ്പേസ് നമുക്ക് ആവശ്യം വരും അല്ലേ. അപ്പോൾ ഈ കുട്ടികളുടെ ഷൂ ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷൂ റാക്കിൽ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റ് കൂടി യൂസ് ചെയ്യാം. അപ്പോൾ ബാസ്ക്കറ്റിലാവുമ്പോൾ നമ്മൾ ബാസ്ക്കറ്റിനകത്ത് ഇതുപോലെ ഷൂസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഷൂ റാക്കിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ഷൂ ഒക്കെ നല്ല ഈസി ആയിട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് ഇരിക്കുകയും ചെയ്യും, നമുക്ക് എടുക്കാനും ഒക്കെ ഈസി ആയിരിക്കും. ഒരുപാട് സ്പേസ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ സേവ് ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലത്തെ കുറേ മാലകളൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ കുട്ടികളുടെ ആയാലും നമ്മുടെ ആയാലും ഒക്കെ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു
ടിപ്പാണ് കേട്ടോ പറയുന്നത്. അതായത് നമ്മളിങ്ങനെ എല്ലാം കൂടെ ബോക്സിലൊക്കെ വലിച്ചു വാരി ഇടുന്ന സമയത്ത് അത് കേട് വരാൻ ചാൻസ് ഉണ്ട്, നമുക്കത് എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാവും. അതിന് പകരമായിട്ട് നമുക്ക് എല്ലാ മാലകളും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റി എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ റബ്ബർ ബാൻഡുകൾ ഇട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബോക്സിൽ തന്നെ ഒരുപാട് ഐറ്റംസ് വെക്കാനും പറ്റും, നല്ല നീറ്റായിട്ട് അറേഞ്ച്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതുപോലെ ലോക്കറ്റുകളൊക്കെ ഉള്ള മാലയാണെങ്കിൽ നമുക്ക് ഈ രീതിക്ക് ഫോൾഡ് ചെയ്തെടുക്കാം, എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കാം. അതുപോലെ നമ്മുടെ കിച്ചണിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഐറ്റമാണ് അല്ലേ കത്തികളൊക്കെ. ഈ കത്തികളൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് റൈസ് ഇടാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സിസേഴ്സും നൈഫും ഒക്കെ ഇതിൽ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.